possibility of a fault is dashed in UG system when compared to OH system. Underground cable system ഉണ്ട്, overhead line system ഉണ്ട്. ഓക്കെ, അതാണ് UG system and OH system എന്ന് പറയുന്നത്. ഇതിനകത്ത് ഫോൾട്ട് വരാൻ ചാൻസ് കൂടുതൽ എവിടെയാണ്? ഓവർഹെഡ് സിസ്റ്റത്തിലാണ് ഫോൾട്ട് വരാനുള്ള ചാൻസസ് കൂടുതൽ. അപ്പോൾ ഇവിടെ ആൻസർ ചെയ്ത് വരും, ദ പോസിബിലിറ്റി ഓഫ് ഫോൾട്ട് ഈസ് ലെസ് ഇൻ UG system when compared to OH system. Okay. The next question, 11 kV pole mounted station transformers are star delta, star star, delta star, delta delta. Pole mounted ആയിട്ടുള്ള 11 kV transformers. പോൾ മൗണ്ടഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സ് അല്ലേ ഈ പറയുന്നത്. ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സ് ഏത് കാറ്റഗറിയിലാണ്, ഏത് കണക്ഷനിലാണ് വരുന്നത് എന്ന ചോദ്യം. നമുക്കറിയാം നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ സൈഡ്, നമ്മുടെ കൺസ്യൂമർ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഫേസും ന്യൂട്രലും ആവശ്യമുണ്ടല്ലേ. അപ്പോൾ എന്താണെങ്കിലും സെക്കൻഡറി സൈഡ് എന്തായിരിക്കും? സ്റ്റാർ വരും. സ്റ്റാർ വന്നാൽ മാത്രമേ ഡിസ്ട്രിബ്യൂഷൻ സൈഡിലേക്ക് ഒരു ന്യൂട്രൽ പോയിന്റ് കിട്ടുള്ളൂ. പ്രൈമറി സൈഡ് എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സിന് യൂഷ്വലി ഡെൽറ്റ ആയിരിക്കും. അതുകൊണ്ട് ഡെൽറ്റ സ്റ്റാർ കോൺഫിഗറേഷൻ ആണ് ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സ് അല്ലെങ്കിൽ പോൾ മൗണ്ടഡ് 11 kV ട്രാൻസ്ഫോമേഴ്സിന് ഉണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഡീമെറിറ്റ് ഓഫ് ലോ പവർ ഫാക്ടർ. ഓക്കെ, ലോ പവർ ഫാക്ടറിൻ്റെ ഡീമെറിറ്റ് അല്ലാത്തത്, നോട്ട് എ ഡീമെറിറ്റ്. ക്വസ്റ്റ്യനൊക്കെ ആൻസർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. നോട്ട് എ ഡീമെറിറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ലോ പവർ ഫാക്ടറിൻ്റെ ഡീമെറിറ്റ് അല്ലാത്തത്, ലാർജ് KW റേറ്റിംഗ്, ഗ്രേറ്റർ കണ്ടക്ടർ സൈസ്, മോർ കോപ്പർ ലോസ്, ലാർജ് KVA റേറ്റിംഗ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തതാണല്ലേ ഓൾറെഡി. എന്താ KVA, ഇത് ഒരു പവർ ട്രയാങ്കിൾ വരയ്ക്കുകയാണെങ്കിൽ ദിസ് സൈഡ് ഈസ് KW, ദിസ് ഈസ് KVAR ആൻഡ് ദിസ് ഈസ് KVA. ഇവിടുന്ന് കോസ് ഫൈ എഴുതുവാണെങ്കിൽ കോസ് ഫൈ ഈസ് ഈക്വൽ ടു KW ഡിവൈഡഡ് ബൈ KVA ആണ്. അല്ലെങ്കിൽ KVA ഈക്വൽ ടു എഴുതി കഴിഞ്ഞാൽ KVA ഈക്വൽ ടു KW ഡിവൈഡഡ് ബൈ കോസ് ഫൈ ആണ്. അപ്പോൾ പവർ ഫാക്ടർ കുറവാണെങ്കിൽ KVA റേറ്റിംഗ് ഓഫ് എക്യുപ്മെൻറ്റ് കൂടും എന്നുള്ളത് ഒരു കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ലാർജ് KVA റേറ്റിംഗ് എന്നുള്ളത് ലോ പവർ ഫാക്ടറിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഇനി മോർ കോപ്പർ ലോസ്, ഗ്രേറ്റർ കണ്ടക്ടർ സൈസ്, അത് രണ്ടും എന്താ കറണ്ടിനെ വെച്ചിട്ട് പറയുന്ന കാര്യങ്ങളാണല്ലേ. നമുക്കറിയാം P ഈസിക്കൽ ടു VI കോസ് ഫൈ ആണ്. ഇവിടുന്ന് I ഈസിക്കൽ ടു എഴുതി കഴിഞ്ഞാൽ എന്തെന്ന് വരും? I ഈസിക്കൽ ടു P ഡിവൈഡ് ബൈ V കോസ് ഫൈ ആണ്. ഇവിടെ പവർ ഫാക്ടർ കുറവാണെങ്കിൽ കറണ്ട് കൂടും. കറണ്ട് കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കറണ്ട് മുഖേന ഉണ്ടാകുന്ന കോപ്പർ ലോസ് അല്ലെങ്കിൽ I²R ലോസും കൂടും. അതുപോലെ കൂടുതൽ കറണ്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ കൂടുതൽ കണ്ടക്ടർ സൈസും വേണ്ടി വരും. അപ്പോൾ ഇവിടുത്തെ ചോദ്യം അനുസരിച്ച് നോട്ട് എ ഡീമെറിറ്റ്, ഡീമെറിറ്റ്സ് ആണ് ഏതൊക്കെ? ഗ്രേറ്റർ കണ്ടക്ടർ സൈസ്, കോപ്പർ ലോസ്, ലാർജ് KVA റേറ്റിംഗ് എന്നുള്ളതൊക്കെ. ഡീമെറിറ്റ് അല്ലാത്തത് അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധമില്ലാത്തത് ഏതാണ്? ലാർജ് KW റേറ്റിംഗ് മാത്രമാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഇൻസുലേറ്റേഴ്സ് യൂസ്ഡ് അറ്റ് ദ ഡെഡ് എൻഡ് ഓഫ് HV ലൈൻ ആർ. ഡെഡ് എൻഡ് ഓഫ് HV ലൈൻ, ഹൈ വോൾട്ടേജ് ട്രാൻസ്മിഷൻ്റെ ഏറ്റവും അറ്റത്ത് അല്ലെങ്കിൽ ഡെഡ് എൻഡിൽ യൂസ് ചെയ്യുന്ന ഇൻസുലേറ്റേഴ്സ് ഏതാണ് എന്നുള്ള ചോദ്യം. ഏതൊക്കെയാണ്? പിൻ ടൈപ്പ് ഇൻസുലേറ്റർ, സസ്പെൻഷൻ ടൈപ്പ് ഇൻസുലേറ്റർ, സ്ട്രെയിൻ ഇൻസുലേറ്റർ, ഷാക്കിൾ ഇൻസുലേറ്റർ. ഏതാ ആൻസർ വരിക? സ്ട്രെയിൻ ഇൻസുലേറ്റേഴ്സ് ആണ് ആൻസർ വരിക കേട്ടോ. സ്ട്രെയിൻ ഇൻസുലേറ്റേഴ്സ് ആണ് ആൻസർ വരിക. ഓക്കെ, പിൻ ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? പിൻ ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രാൻസ്മിഷൻ പോസ്റ്റുകളിലെല്ലാം ഇവിടെ ഈ 2 പൊസിഷനിലായിട്ട് ആ കണ്ടക്ടേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വെക്കുന്ന ആ ഇൻസുലേറ്റേഴ്സ് എല്ലാം പിൻ ഇൻസുലേറ്റേഴ്സ് ആണ്. ദെൻ സസ്പെൻഷൻ ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടവറിലൊക്കെ ഇങ്ങനെ സസ്പെൻഡ് ചെയ്ത് കിടന്നിട്ട് ഇതുവഴി നമ്മുടെ കണ്ടക്ടർ പോകില്ലേ, ഇങ്ങനെ പോകില്ലേ. അപ്പോൾ ഇങ്ങനെ നടക്കുന്ന ഈ ഇൻസുലേറ്റേഴ്സ് ആണ് എന്ത്? സസ്പെൻഷൻ ടൈപ്പ് ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. സ്ട്രെയിൻ ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ സസ്പെൻഷൻ ഇൻസുലേറ്റേഴ്സ് തന്നെ ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻറ്റിൽ യൂസ് ചെയ്യുമ്പോൾ അതിന് സ്ട്രെയിൻ ഇൻസുലേറ്റേഴ്സ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ അതെല്ലാം പഠിച്ചു വയ്ക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the minimum phase neutral voltage at which corona glow appears along the line conductors. Critical disruptive voltage, visual critical voltage, flashover voltage, impulse flashover voltage. Okay, എന്താ ഇവിടെ ചോദ്യം? കൊറോണ ഗ്ലോ വരുന്ന വോൾട്ടേജാണ് ചോദിച്ചിരിക്കുന്നത്. കൊറോണ ഉണ്ടാകുന്ന വോൾട്ടേജ് അല്ല, കൊറോണ ഗ്ലോ ഉണ്ടാകുന്ന വോൾട്ടേജ്. 2 വോൾട്ടേജ് ഉണ്ട്. എന്താണ്? ഒന്ന് ക്രിട്ടിക്കൽ ഡിസ്റപ്റ്റീവ് വോൾട്ടേജ്, അതായത് കൊറോണ ഒക്കർ ചെയ്യുന്ന വോൾട്ടേജ് ആണ്.
ദെൻ കൊറോണ ഗ്ലോ ഉണ്ടാകുന്ന വോൾട്ടേജ് ആണ് എന്ത് വിഷ്വൽ ക്രിട്ടിക്കൽ വോൾട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ, കൊറോണ ഗ്ലോ ഉണ്ടാകുന്ന വോൾട്ടേജ് വിഷ്വൽ ക്രിട്ടിക്കൽ വോൾട്ടേജ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റിയാക്ടേഴ്സ് ആർ യൂസ്ഡ് അറ്റ് വേരിയസ് പോയിന്റ്സ് ഇൻ ദ പവർ സിസ്റ്റം ടു ഇംപ്രൂവ്. റിയാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഇൻഡക്ടേഴ്സ് ആണല്ലേ. പവർ സിസ്റ്റത്തിൽ റിയാക്ടേഴ്സ് പല പൊസിഷനിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. എന്താണ് അതിൻ്റെ പർപ്പസ് എന്നാ ചോദ്യം. ഇംപ്രൂവ് പവർ ഫാക്ടർ അല്ലല്ലോ. ഇൻഡക്ടേഴ്സ് പറഞ്ഞാൽ ലാഗിങ് പവർ ഫാക്ടർ കമ്പോണൻ്റ് ആണ്. അപ്പോൾ അതെന്തായാലും പവർ ഫാക്ടർ ഇംപ്രൂവ്മെൻറ്റ് യൂസ് ചെയ്യില്ല. ഇംപ്രൂവ് വോൾട്ടേജ് റെഗുലേഷൻ, ലിമിറ്റ് ഷോർട്ട് സർക്യൂട്ട് കറന്റ്, റെഡ്യൂസ് ഫ്ലാഷ് ഓവർ വോൾട്ടേജ്. ഏതാണ് ആൻസർ വരുന്നത്? ലിമിറ്റ് ഷോർട്ട് സർക്യൂട്ട് കറന്റ് ആണ്. ഇൻഡക്ടർ എന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ള കറന്റ് ചേഞ്ച് അനുവദിക്കുന്ന ഒരു കമ്പോണൻ്റ് അല്ല. അതുകൊണ്ട് തന്നെ ഷോർട്ട് സർക്യൂട്ട് കറന്റ് ലിമിറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുക എന്താണ്, റിയാക്ടേഴ്സ് ആണ്. ഇനി പവർ ഫാക്ടർ ഇംപ്രൂവ്മെൻറ്റ് യൂസ് ചെയ്യുക കപ്പാസിറ്റേഴ്സ് ആണ്. ഓക്കെ.